താങ്കളെ വീഡിയോ കാണലുണ്ട്. കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്കിതാ എൻ്റെ അമ്മായിമ്മ സമ്മതിക്കില്ല, എൻ്റെ അമ്മച്ചാങ്ക സമ്മതിക്കണില്ല, എൻ്റെ കെട്ടിയവന് ഇഷ്ടമല്ല, പിന്നെ സാമ്പത്തികം കുറവാണ്. അങ്ങനെയൊക്കെ പറയുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വരാറുള്ള എന്താ പറയുക, നല്ല ആഗ്രഹമുണ്ട് പക്ഷെ മടിയാണ്. ഉള്ള കാര്യങ്ങൾക്ക് തന്നെ ടൈം തികയണില്ല. ഒന്നിനും കുട്ടികളെ കാര്യം നോക്കി പിന്നെന്തെങ്കിലും അടിച്ചു വാരി തുടച്ച് വീട് ക്ലീനാക്കി വരുമ്പോക്കിന് വൈകുന്നേരം ആകുമ്പോക്കിന് സ്കൂളിൽ വിട്ടുതരാനായി. അങ്ങനെ എങ്ങനെ രാത്രിയായാൽ പിന്നെ മദ്രസ്സുകാർ വരാനുണ്ട്, കുട്ടികളെ പഠിപ്പിക്കാനുണ്ട്. ഉള്ള സമയം ഒന്നിനും തികയണില്ലാന്ന്. അങ്ങനെ പറഞ്ഞ മടിച്ചയാൾക്ക് പോയിട്ട് ഒരു ചൂരൽ കഷായം കൊടുക്കാനാണ് എനിക്ക് ആഗ്രഹമുള്ളത്. പക്ഷെ അതേതായാലും നടക്കൂലല്ലോ. അപ്പം മടിയാണ്, മടി കൊണ്ടൊന്നിനും വയ്യാന്ന് പറഞ്ഞ പോലെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വലിയ മടിയാണെങ്കിൽ അത് തീർക്കാനുള്ള കുറച്ച് തരികിട ബുദ്ധികളാണ് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത കുറച്ച് ഇതാണ്. എനിക്കാരോടും നിങ്ങൾക്കിപ്പോൾ ഞാനുണ്ട് ഇങ്ങനെ ഇത്താ മടിയാന്ന് പറയുന്നത്, എനിക്കന്ന് ആരും ഇല്ലേനൊന്ന് പറയാൻ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഒന്നും പറയാൻ ആരുമില്ല എന്നിട്ട് തുടങ്ങാൻ നേരം വൈകിയ ഇന്നെപ്പോലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ന് വെച്ചിട്ട്. എനിക്കാരും പറഞ്ഞു തരാനും ചെയ്യാനൊന്നും ഇല്ലേനി. എനിക്ക് തന്നെ ഇങ്ങനെ തോന്നി, വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ ഇരുന്നതാവുകയാണെങ്കിൽ ഭ്രാന്താവുമെന്ന് തോന്നിയപ്പോൾ സ്വയം തോന്നിയൊരു ഐഡിയ. നേരം തികയണില്ല എന്ന് തോന്നിയപ്പോൾ പിന്നെ അതുപോലെ കുറച്ച് അധികം അടിക്കാനൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ദിവസം കൂടുതലൊക്കെ അടിക്കാണ്ട് പിറ്റേന്ന് ഞാൻ ഉറങ്ങി തീർക്കും. അങ്ങനെയൊക്കെ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര മടി അങ്ങനെ ഇങ്ങനെ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. ഏറ്റവും ആദ്യം വേണ്ടിയത് ഒരു ടൈമിങ്, ഒരു ടൈം ടേബിൾ. നൈറ്റി ആയാലും ചുരിദാറായാലും ബ്ലൗസായാലും എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് ആ ഒരു പണി നിങ്ങൾക്ക് മടി കൂടാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വേണ്ടത് നിങ്ങളെ ജോലികൾക്കൊക്കെ ഒരു ടൈം ടേബിളൊക്കെ ഇന്ന സമയത്ത് ഇന്നത് ചെയ്യുക എന്നുള്ളത്. അത് മറ്റുള്ളവരെ സൗകര്യം നോക്കരുത്. മറ്റുള്ളവർ പറയുന്നത് എല്ലാവരും പറയുന്നുണ്ട് നിങ്ങളെ ടൈം ടേബിൾ പറഞ്ഞുതരുമോ, ടൈം മാനേജ്മെൻറ്റ്. അത് ഇൻ്റെത് ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഇന്നെപ്പോലെ ആവില്ല നിങ്ങൾ. ഒരു കൈൻ്റെ വിരൽ 5 ഡിസൈൻ, ഒരു ഉമ്മാൻ്റെ 5 മക്കളും 5 മോഡൽ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളെല്ലാവരുടെയും മൂഡും ടേസ്റ്റും വ്യത്യാസവും രൂപവും ആകൃതിയും എന്താ പറയുക, ആണ് പെണ്ണ് ജാതി മതം എല്ലാം വ്യത്യാസം ഉണ്ടാവും അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മളെ മൈൻഡും. ഒരാളെ മൈൻഡാവില്ല വേറൊരാളത്. നിങ്ങൾ എന്നെ മനസ്സിലാക്കണ മാതിരിയാവില്ല വേറൊരാളെ മനസ്സിലാക്കുക, ഞാൻ എന്നെ മനസ്സിലാക്കിയ മാതിരിയാവില്ല നിങ്ങളെ മനസ്സിലാക്കുക അല്ലേ. മനസ്സിലാത്ത മനസ്സിനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ അറിയാം. എന്നാലും നിങ്ങളോട് ഞാൻ ഇങ്ങനെ പിന്നെയും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്, ഏതെങ്കിലുമൊക്കെ ഒരു പട്ടത്തിയാക്കി മനസ്സിലായാലോ എന്ന് വെച്ചിട്ട്. ഒരാളുടെ ടൈം മാനേജ്മെൻറ്റ് ഓരോ ടൈം ടേബിളൊക്കെ ഇട്ടിട്ട് ഒറ്റ ദിവസം കൊണ്ട് നമ്മളാണ് മാറ്റിയെടുക്കാനൊന്നും പറ്റില്ല. പതിയെ സ്ക്രൂ ചെയ്തിട്ട് അത് ചെയ്തെടുക്കണം. ഒറ്റ ദിവസം ഇന്ന് മുതൽ ഞാൻ നന്നാവുകയാണ്, ഇന്ന് മുതൽ ഞാൻ ജിമ്മിന് പോകണമാണ് ഒന്നായിട്ടാണ് ചെയ്താൽ പിറ്റേ ദിവസത്തേക്ക് തളർന്നിട്ട് തീരെ ജിമ്മിന് പോകാൻ പറ്റാത്ത അവസ്ഥവും. അതുപോലെയാണ് എന്ത് കാര്യങ്ങളും. ചില ആൾക്കാർ കണ്ടില്ല, രാത്രി എത്ര ഉറങ്ങിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പകലൊരു 10 മിനിറ്റ് ഉറങ്ങിയില്ലെങ്കിൽ അവർക്ക് അന്നത്തെ ദിവസം കൊണ്ട് ഒന്നിനും പറ്റില്ല. എല്ലാവരുണ്ട് എത്ര നേരം വൈകി കിടന്നാലും അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, രാവിലെ ഒരു അരമണിക്കൂർ നേരം വൈകി എണീക്കണമെന്ന് മാത്രം. ചില ആളുകൾ രാത്രി 8 മണിയാകുമ്പോക്കിനും ഉറങ്ങി രാവിലെ 4 മണിക്ക് എണീക്കുന്നവരുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പരിചയമാണ്, ഓരോ ഇതാണ്. അത് പെട്ടെന്നൊന്നും പതിയെ അങ്ങോട്ട് മാറ്റിയെടുക്കാമെന്ന് മാത്രം. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഹാബിറ്റുകളുണ്ടെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് അതൊന്ന് ആദ്യം മാറ്റിയെടുക്കുക. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും തുടങ്ങാൻ നിങ്ങളൊന്ന് സെറ്റാക്കി എടുക്കുക. രണ്ടാമത്തെ കാര്യം, നമുക്ക് അതുമായിട്ട് ഉള്ള ആയുധങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആയുധങ്ങളായിരിക്കും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കത്രിക ഉള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമുക്ക് എപ്പോഴും എടുത്താൽ കിട്ടുന്ന അടുത്ത് നമ്മുടെ കത്രികകൾ ഉണ്ടാവണം. അതൊക്കെ നമുക്ക് ടൈലറിങ് റൂം സെറ്റാക്കുമ്പോൾ അതിനനുസരിച്ച് റെഡിയാക്കി വെക്കണം. അതുപോലെ തന്നെ ചിലരെന്താ അറിയോ, അടിക്കാൻ വിചാരിച്ചിട്ട് നിൽക്കുമ്പോൾ ആ കളർ നൂലുണ്ടാവില്ല, ഇനിയിപ്പോൾ നാളെ അങ്ങനെ നാളെ അങ്ങനെ നീണ്ട് പോകും. അതൊക്കെ ഞാൻ അങ്ങനെയാണ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചാൽ ഒരു കാലാവും അതൊന്ന് തുടങ്ങി കിട്ടണമെങ്കിൽ. ചിലപ്പം മൂട് വരുമ്പോൾ നൂലുണ്ടാവില്ല, നൂല് വരുമ്പോൾ മൂടുണ്ടാവില്ല എന്ന് പറഞ്ഞ അവസ്ഥ ആവും. അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മളെ തൊട്ടടുത്ത് തന്നെ എടുത്താൽ കിട്ടണടുത്ത് വേണം. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു ബോക്സാണ് എൻ്റെ എല്ലാ സംഭവങ്ങളും. ഞാനെന്ത് വിചാരിക്കണമൊക്കെ മുമ്പിലുണ്ടാവും. ചിലപ്പോൾ എന്ത് ചെയ്യും, അതുപോലെ സൂചി എല്ലാം നമ്മളെന്ത് ചെയ്യണം, സ്റ്റോക്ക് വെക്കണം. ചിലപ്പോൾ നമ്മളിങ്ങനെ ഒരു കല്ല് അതുപോലെ സ്റ്റോൺ വർക്കൊക്കെ ഉള്ള സംഭവങ്ങളൊന്നും അടിച്ചു വരും, പെട്ടെന്ന് സൂചി അങ്ങോട്ട് പൊട്ടി സൂചി സ്റ്റോക്കില്ല. അപ്പോൾ ഇനിയിപ്പോൾ പിറ്റേ ദിവസം ബട്ടൺ ഹൗസിൽ പോയി സൂചി വാങ്ങുന്നത് വരെ നമ്മളെന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നല്ല മൂടുള്ള ടൈം ആകും, പക്ഷേ ചിലപ്പോൾ അടിക്കാൻ പറ്റില്ല. ഈ ഒരു സംഭവം കൊണ്ട് അതവിടെ നിർത്തുണ്ടാക്കും. അതുപോലെ തന്നെ നമ്മളെ ബോബിൻ ഗൈസ് ഇതൊക്കെ കുറച്ച് അധികം എക്സ്ട്രാ വേണം, ഒന്ന് കേട് വരുമ്പോൾ ഒന്ന് നന്നാക്കാൻ. അതുപോലെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നൂല് ഇപ്പോൾ ഒരു ചുരിദാറാണ് ഇപ്പോൾ നമ്മൾ വിചാരിച്ച് നോക്കാം,
അപ്പോൾ 2 ബോബിനിൽ നൂലും ഒരു ഫുള്ള് നൂലും ഉണ്ടെങ്കിലാണ് നമ്മളൊരു ലൈനിങ് ഇട്ട് അടിക്കുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ചിലവാകില്ല. എന്നാലും ഏകദേശം ചിലപ്പോൾ നമ്മൾ ഐഗടിയൊക്കെ വേണ്ടി വരും. ഒന്നും അയച്ചാണ്ട് മേപ്പോട്ട് നോക്കി നേരെ ശ്രദ്ധിച്ചടിച്ചാലും ചിലപ്പോൾ ഒന്ന് നമുക്ക് അങ്ങനെ ഒന്ന് അലമ്പത്തരം കാണിക്കാഞ്ഞാലൊരു പൊറുതിയേടല്ലേ. അപ്പം എന്ത് ചെയ്യും, പ്രധാനപ്പെട്ട കളറിലുള്ള നൂലുകളും അതുപോലെ നമ്മൾ നൈറ്റി ബിസിനസ്സുകാരാകുമ്പോൾ കൂടുതലും വേണ്ടത് ബ്ലാക്കാണ്. ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള വലിയ നൂലുകളായാലും എന്താണെന്നറിയാം, എപ്പോഴും നൂല് മാറ്റിക്കൊണ്ടേ ഇരിക്കണം. ഈ നൂല് മാറ്റേണ്ട ഒരു ടാസ്ക്കാണ്. ചില ടൈമിൽ നമുക്ക് ദേഷ്യം വരും. അപ്പോൾ വലിയ നൂല് കൊടുക്കുക, എന്നിട്ട് കുറച്ച് 8-10 ബോബിനിൽ ഒരു നൂല് എല്ലാ നൂലും ഫുള്ളായി ചുറ്റിയും വെച്ചാൽ പെട്ടെന്ന് എപ്പോഴും നൂല് മാറ്റിക്കൊണ്ടിരിക്കണ്ട. നമുക്ക് ദേഷ്യമുള്ള സംഭവങ്ങൾ എന്താ അതൊക്കെ ഒഴിവാക്കുക. അതുപോലെ കത്രികകളൊക്കെ സേഫായിട്ട് വെക്കാനും എപ്പോഴും കാണുന്നോടത്ത് വെക്കാനും നമ്മളെ കുട്ടികളെ നമ്മളെ കാര്യങ്ങൾ കേടുവരുത്താതിരിക്കാനും അത് നല്ലതാണ്. അതുപോലെ നമ്മൾ ഈ സ്റ്റിച്ചിങ് റൂമിൻ്റെ ക്ലീനിങ് നമ്മൾ ചിലർക്ക് അതിന് പ്രൈവറ്റായിട്ടൊരു സ്പേസ് കിട്ടുള്ളൂ. ഒരുവിധം പേർക്കൊക്കെ പബ്ലിക്കാവും. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് വന്നാലും എന്ത് ചെയ്യണം, അത് ക്ലീൻ ആക്കാനായിട്ട് നടക്കണം. അപ്പോൾ ആ നേരം കൊണ്ട് എന്ത് ചെയ്യുക, തൊട്ടടുത്തൊരു വേസ്റ്റ് ബോക്സ് വെക്കുക. 2 വേസ്റ്റ് ബോക്സ് നിർബന്ധമാണ്. ഒന്നിൽ നമുക്ക് ആവശ്യമുള്ള നല്ല കട്ട് പീസുകളും വെക്കാം, ഒന്നിലെന്ത് ചെയ്യുക, ആവശ്യമില്ലാത്ത കട്ട് പീസുകളും വെക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, ആവശ്യമുള്ളത് അവിടെ നിന്നോട്ടെ, ആവശ്യമില്ലാത്ത നമുക്ക് എന്ത് ചെയ്യുക, കത്തിച്ച് കളയേ. അതല്ലെങ്കിൽ ഇവിടെ ഉള്ള ഒരുവിധം വേസ്റ്റുകളൊക്കെ എന്താണെന്ന് വെച്ചാൽ ചിലരൊക്കെ ചവിട്ടി അടിക്കാൻ ആദ്യം വന്നിട്ട് പറയും, ചവിട്ടി അടിക്കാൻ അതുപോലെ ചെറിയ പില്ലോസുകൾ ഉണ്ടാക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് കൊണ്ടുപോകാറാണ് പതിവ്. നല്ല കോട്ടൺ മെറ്റീരിയൽ ആകുമ്പോൾ ചവിട്ടി ഉണ്ടാക്കി ഇവിടെ അടിച്ചിട്ട് കൊടുക്കണ ഒരാളുണ്ട് നമ്മളെ ഫാമിലിയിൽ തന്നെ. പോലും അങ്ങനെ 100 രൂപ ഒക്കെ വെച്ചുകൊണ്ടാണ് ചവിട്ടി അടിച്ച് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകും. പഴയ പാൻറ്റുകൾ, ജീൻസ് പാൻറ്റൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അങ്ങനെ അടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ കുറച്ചങ്ങോട്ട് നൂല് 2-3 എണ്ണത്തിലൊക്കെ അടിച്ചു വെച്ചാൽ നമുക്ക് എപ്പോഴും നൂല് മാറ്റിക്കൊണ്ടിരിക്കണ്ട. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് അറിയാത്ത സംഭവമാണെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോകളോ അതുമായി ബന്ധപ്പെട്ട വീഡിയോ കാര്യങ്ങളോ അതല്ലെങ്കിൽ 2-3 പ്രാവശ്യം നമ്മൾ നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കി അത് ഒരു പകുതി മുക്കാലും പഠിച്ചെടുത്തതിന് ശേഷം മാത്രമേ ഈ ഒരു പണിക്ക് നിൽക്കുക. എന്താണെന്നറിയോ, എന്നിട്ട് നമ്മളറിയാതെ അതിങ്ങനെ വീണ്ടും അടിച്ചും ആ ഒരു വൃത്തി പോവുക അതൊരു സാധനത്തിൻ്റെ. അങ്ങനെ നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ട് അതിങ്ങനെ നോക്കുമ്പോൾ നമ്മളങ്ങനെ കൊഞ്ഞനം കുത്തണ മാതിരി തോന്നും. ഒരു ഭാഗം ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഒടിഞ്ഞിട്ടൊക്കെ. മറ്റേ ചപ്പാത്തി വെള്ളം പോരാതെ കൊയ്ക്കുമ്പോൾ ഉണ്ടാവുമല്ലോ, നമ്മളിങ്ങനെ പരത്തിയെടുക്കുമ്പോൾ മലപ്പുറം കാസർഗോഡും മാതിരി ഇങ്ങനെ വക്കുകളൊക്കെ ഇങ്ങനെ ചുളിഞ്ഞ് പരന്നെടുക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നെ ആ ഒരു സാധനത്തിനൊരു ഉണ്ടാവില്ലല്ലോ കാണാൻ. അതങ്ങനെ വട്ട ഷേപ്പിൽ ഇങ്ങനെ കാണുമ്പോഴല്ലേ. അതുപോലെ തന്നെ നമ്മൾ അടിച്ച സംഭവങ്ങളും അത് ആ വൃത്തിയിൽ കിടക്കുന്നത് കാണുമ്പോഴാണ് നമുക്ക് ഇതാവുക. അപ്പോൾ അതിന് നമ്മളെന്ത് ചെയ്യുക, ഇങ്ങനെ സ്റ്റോൺ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഉടനെ തന്നെ നൂല് പെട്ടെന്ന് മാറ്റിയേക്കുക. അല്ലെങ്കിൽ നമ്മൾ അടിക്കുമ്പോൾ ഇങ്ങനെ വലിഞ്ഞുകൊണ്ട് കുത്തിക്കൂടിക്കൊണ്ട് വരും. അതുപോലെ നമ്മൾ ഒരുവിധം പേരൊക്കെ മെഷീനിൽ വെച്ചിട്ട് ഇങ്ങനെ നൂല് ചുറ്റും, അതാണ് എളുപ്പം. പക്ഷെ അങ്ങനെ ചുറ്റുമ്പോഴാണ് എന്ത് ചെയ്യുക, വലിഞ്ഞുകൊണ്ട് കിടക്കും, ഒരു വൃത്തി ഉണ്ടാവില്ല സ്റ്റിച്ചിങ്. അപ്പോൾ നല്ലത് ഇങ്ങനെ നൂല് ചുറ്റുന്നതാണ്. പിന്നെ നമ്മൾ ബിസിനസ്സിനൊക്കെ ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യുക, കൂടുതലും ആരെങ്കിലും കയ്യിൽ നിന്ന് ഒരു 2000-3000 കടം വാങ്ങിയിട്ട് ചെയ്യുക. നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യില്ലെങ്കിൽ കടം വാങ്ങിയിട്ട് ചെയ്യുക. പണയം വെച്ചിട്ട് പലിശക്കൊക്കെ എടുത്തിട്ട് ചെയ്യാതെക്കുക. കാരണം നമുക്ക് തുടക്കത്തിൽ ചിലപ്പോൾ ഒരു 500-600 സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് പ്രോഫിറ്റായിട്ട് കിട്ടുള്ളൂ, നമ്മൾ ചിലവാക്കിയ പൈസ അല്ലാതെ. അപ്പോൾ ഈ 500-600 പലിശ കൊടുക്കാൻ തന്നെ തികയില്ല. ഒരാളുണ്ട് കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്തിട്ട് ചെയ്തിട്ട് ഒന്നും കാണുന്നില്ല. അപ്പോൾ എങ്ങനെ കാണുക, കിട്ടണ പൈസക്ക് ഈ പലിശ അടക്കാനുള്ളൂ. അപ്പോൾ ഒരുപാട് പൈസ ഒന്നും ഇറക്കാതെ കുറച്ച് പൈസ 2000-3000 ആരുടെ എന്തെങ്കിലും കടം വാങ്ങിയിട്ടാകുമ്പോൾ എന്താ വെച്ചാൽ അത് ചിലവായ ആ പൈസ ഉണ്ട് ഓൾക്ക് തിരിച്ചെടുത്താൽ മതി. ബാക്കി നമുക്കവിടെ മെറ്റീരിയലായി കിടന്നാലും നമുക്കത് ഇടുക, എന്തെങ്കിലും ചെയ്യുക. കുറച്ച് ലാഭം കയ്യിൽ കണ്ട നമ്മളറിയാതെ നമ്മളുള്ളിൽ ബിസിനസ് എഴുത്തി പുറത്തേക്ക് വരും. പുതിയ ഐഡിയകൾ നമുക്ക് തന്നെ ഉണ്ടാവും, വേറൊരാളെ സഹായം ആവശ്യം വരില്ല. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യും, അടിക്കാനൊക്കെ ഒന്ന് സ്പീഡ് കൂടും. പൈസ അപ്പം തന്നെ അത് വിചാരിച്ചത് ഇത് അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റത്തെ പൈസ ഞാൻ ഇതിന് ചിലവാക്കണം എന്ന് വിചാരിച്ചിട്ട് എന്നുള്ളത് വിചാരിച്ചിട്ട് തുടങ്ങരുത്. നമുക്ക് അടിക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഭാഗം ഏതാണെന്ന് വെച്ചാൽ അത് ആദ്യം ചെയ്തിട്ട് വെക്കുക. അങ്ങനെ ആകുമ്പോഴും പെട്ടെന്ന് അടിച്ചു തീരും. കാരണം എനിക്ക് ഏറ്റവും ദേഷ്യം വരുന്ന സംഭവം ഈ കൈ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഏത് സംഭവത്തിൻ്റെ ആയാലും കൈ അതുപോലെ കാലിൻ്റെ ഭാഗം, ടോപ്പിൻ്റെ ഭാഗം ആദ്യം അടിച്ചിട്ട് വെക്കും, പിന്നെ നെക്കിലേക്ക് നിൽക്കുള്ളൂ. അപ്പോൾ ഇതിൽ ലാസ്റ്റിക് കൊടുക്കാനുള്ളതാണ്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ലാസ്റ്റിക് കൊടുത്തിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള സംഭവങ്ങൾ ആദ്യം ചെയ്ത് വെക്കുമ്പോൾ ടഫിൻ്റെ ഭാഗത്തേക്ക് മറ്റേ ടഫുള്ള ഭാഗം ഇങ്ങനെ ആയി വരുമ്പോൾ ഇനി അതൊക്കെ ഉണ്ടല്ലോ എന്നുള്ള തോന്നുമ്പം അടിക്കാനൊരു ഉഷാറ് കുറയും. അതിൻ്റെ പകരം കാലിൻ്റെ പണിയും കഴിഞ്ഞ് കൈയിൻ്റെ പണിയും കഴിഞ്ഞ് ഇനി നെക്കലുള്ളൂ എന്നാണ് ഞാൻ സമാധാനിക്കുക. നമുക്ക് മറ്റുള്ളവരല്ല, സ്വയം സമാധാനിക്കണ്ട. അങ്ങനെ ആകുമ്പോഴല്ലേ നമുക്ക് സ്പീഡ് കൂടുള്ളൂ. നമ്മളെ തളർത്തുന്നതും
വളർത്തേണ്ടതും നമ്മൾ തന്നെയാണെന്നുള്ള തിരിച്ചറിവ് മതി ഏതൊരു കാര്യത്തിനും സ്പീഡ് കൂട്ടാനും കുറക്കണം. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് മറക്കല്ല. എല്ലാ മടിച്ചുകളെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കുറച്ചെങ്കിലും സ്പീഡാവാൻ പറ്റുമെന്ന് നോക്കാം. ഇനി ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മളോട് കമൻ്റായിട്ട് പറയാം. നല്ലതാണെങ്കിലും കമൻ്റായിട്ട് പറയാം. നിങ്ങൾ എന്ത് അഭിപ്രായങ്ങളാണെങ്കിലും നൈറ്റി മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ ഫോട്ടോസ് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ.